ആഘോഷം മാത്രമായി കണ്ട് ശീലിച്ചാൽ ഇന്നത്തെ യുവതലമുറയ്ക്ക് ഡോർച്ചസ്റ്റർ മലയാളി കമ്മ്യൂണിറ്റി ഒരുങ്ങുന്ന നന്മയുടെയും സ്നേഹത്തിന്റെയും ഒരു ക്രിസ്മസ് സമ്മാനം. ആഘോഷങ്ങളുടെ വർണ്ണപ്പകിട്ടിന് ഒരു സാഹചര്യവുമില്ലാത്ത ഒരു പാവപ്പെട്ട കർഷക കുടുംബത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞങ്ങൾ സാദരം ക്ഷണിക്കുന്നു. ഒരു ഗ്ലാസ് വെള്ളം ഇല്ലാതെ അയൽവക്കത്ത് ആഘോഷം കേൾക്കുന്നില്ലേ? ഇന്ന് ക്രിസ്മസ് ആയിട്ട് ഒരു കേക്കെങ്കിലും മേടിക്കേണ്ട മനുഷ്യ. അത് തന്നെയാണ് ഞാനും ആലോചിക്കുന്നത്. നിനക്കറിയാമല്ലോ, പണിക്ക് പോയിട്ട് ഒരാഴ്ച കാശിന് ഒരു മാർഗവും എങ്ങനെ കേക്ക് മേടിക്കാൻ? നമ്മുടെ ഈ ദാരിദ്ര്യം എന്ന് തീരാനാ? അതോ നിന്റെ പേരല്ല? അത് നിങ്ങൾക്കറിയില്ലേ? എടി, നീ മേരി, ഞാൻ ജോസഫ്. മേരിയുടെ ജോസഫിന്റെ കുടുംബത്തിൽ ഇന്നും ദാരിദ്ര്യമൊക്കെ ഉണ്ടായിട്ടുള്ളൂ. അതിരിക്കട്ടെ, എന്ത് ചെയ്യുന്നു ഈശ്വരൻ? അവൻ സമ്മാനം കിട്ടാതെ അത് വിടങ്ങിക്കിടക്കുക. നീ അവനെ ഇങ്ങനെ വിളിച്ചേ, അല്ലെങ്കിൽ വേണ്ട, ഞാൻ വിളിക്കാം. മോനെ ജോലി കുട്ടി, നീ ഇന്ന് കളിക്കാനൊന്നും പോയില്ലേ? അതാണോ കാര്യം? നീ വിഷമിക്കണ്ട. അപ്പച്ചന്റെ കയ്യിൽ കാശില്ലാനിട്ടല്ലേ. അടുത്ത ക്രിസ്മസിന് ഇതും കൂടി കൂട്ടി വാങ്ങുന്നത്. ഇത് ജോസഫിന്റെ വീടല്ലേ? അതെ, ആരാ? ജോസഫിനെ നിനക്കെന്നെ മനസ്സിലായില്ലേ? തോമസ്. എടാ തോമ, നീ എന്താ വന്നത്? എത്ര വർഷങ്ങളായി കണ്ടിട്ട്. എന്തെങ്കിലും വിശേഷം? ഇത് നിന്റെ മോനാ? എവിടെ നിന്റെ ഭാര്യ? നീ നിർത്തിയൊക്കെ ചോദിക്കേ. ഞങ്ങൾ ഇന്നലെ ലാൻഡ്. ഇതെന്റെ മൂത്തമാണ്. ഭാര്യ അവരുടെ വീട്ടിൽ പോയില്ല. എത്ര വർഷങ്ങളാണ് നാട്ടിൽ ക്രിസ്മസ് കൂടിയിട്ട്. നാളായിട്ടും നിനക്ക് ഒരു മാറ്റവും ഇല്ലല്ലോ. Dad, what's this? That's a Christmas tree. Is that a Christmas tree? I can't believe it. Hi, my name's Chris. What's your name? Joey, What did you get for Christmas? I want a PlayStation 4. Leave it, man. They can't afford to buy a PlayStation. ജോസഫേ, കൃഷ്ണൻകുട്ടി, വാ. ജോസഫേ, പൈസ വല്ലതും ഇരിപ്പുണ്ടോ? എന്താ കൃഷ്ണൻകുട്ടി, എന്താ പ്രശ്നം? കുഞ്ഞിന് നല്ല സുഖമില്ല. ആശുപത്രിയിൽ പോകാൻ കൈ പൈസയില്ല. നിന്റെ കയ്യിൽ വല്ലതും കാണുമോ? ഉടനെ തിരിച്ചു തരാം. എന്റെ കയ്യിലൊന്നും ഇല്ലല്ലോ. എന്താ ചെയ്യുക? അത് നീ ക്രിസ്മസ് സമ്മാനമാണ് മനസ്സിലായി. ജോർജ് കുട്ടി പറഞ്ഞതാ ശരി. നീ കുഞ്ഞിനെ ആശുപത്രിയിൽ കൊണ്ടുപോകും. ജോസഫേ, അത് സാരമില്ല, കാര്യം നടക്കട്ടെ. ജോസഫേ, വലിയ ഉപകാരം. കൃഷ്ണൻകുട്ടി നിൽക്കേ, ഞാനും വരുന്നു. അപ്പൊ ജോസഫേ, ഞാനും വരുന്നു. നാളെ കുടുംബമായി വരാം. അതാരാ വന്നത്? അതാ കൃഷ്ണൻകുട്ടിയാ. കൃഷ്ണകുട്ടിയോ? എന്താ പദവില്ലാതെ? അവന്റെ കൊച്ചിന് സുഖമില്ലാഞ്ഞിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ കാശ് വല്ലത് കൊണ്ടുവന്ന് ചോദിച്ചു വന്നതാണ്. അത് കൊള്ളാം. പട്ടിണി പരിവട്ടമായി കഴിയുന്ന നമ്മളെ സഹായിക്കാൻ. അത് തന്നെയാണ് ഞാനും ആദ്യം പറഞ്ഞത്. പക്ഷെ നമ്മളെ പോലെയല്ല നമ്മുടെ മകൻ. അവന് നല്ലൊരു മനസ്സുണ്ട്. കളിപ്പാട്ടം വാങ്ങാൻ വെച്ച് കുട്ടിയുടെ കാശെടുത്ത് കൃഷ്ണകുട്ടി കൊടുത്തു. നേരാണ് മോനെ, അത് നന്നായി. നിന്റെ നന്മയ്ക്കുള്ള സമ്മാനം ദൈവം നിനക്ക് തരും. അതിരിക്കട്ടെ, ആ തോമസ് വന്നവരെ കണ്ടില്ലല്ലോ. ഏത് തോമസ്? UK ഞാൻ പറഞ്ഞിട്ടില്ലേ, എന്റെ കൂടെ പഠിച്ച തോമസ്. ഞങ്ങളോട് പഠിച്ചതാണ് പറഞ്ഞിട്ടുണ്ട്. അവന്റെ അക്ഷരം എന്റെ അവസ്ഥയിൽ
സന്മനസ്സുള്ളവർക്ക് സമാധാനം. ക്രിസ്മസ് പപ്പയോ അതിശയമായിരിക്കുന്നു. ഞങ്ങളുടെ വീട് കണ്ടാൽ ഒരു കരോൾക്കാരി പോലും ഇങ്ങോട്ട് തിരിഞ്ഞു കയറില്ല. എവിടുന്ന് വരുവ് എന്ത് കിട്ടാനോ? വലിയ സന്തോഷമായി. ഈ ക്രിസ്മസിന് ഒരു പ്രത്യേകതയുള്ളത് പപ്പയ്ക്കറിയാം. നന്മയുടെ ഒരു പ്രകാശം ഞാൻ ഇവിടെ കാണുന്നുണ്ട്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം മനുഷ്യനായി പിറന്ന ആ രാത്രിയിൽ മാലാഖമാർ പാടിയത് സമ്പത്തും ആഭരണങ്ങളുടെ സമാധാനം എന്നല്ല, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്നാണ്. ആ സമാധാനത്തിന്റെ ആഘോഷം അതിവിടെയുള്ളൂ. വിധവയുടെ കാണിക്ക പോലെ ഇല്ലായ്മയിൽ നിന്ന് ഉള്ളത് മുഴുവൻ നൽകി ദൈവമാനം പിറക്കാൻ നന്മയുടെ പൊൽത്തൊട്ടിൽ ഒരുക്കിയാൽ ഈ കൊച്ചു വിടുതലുള്ള സമാനമായിട്ടാണ് പാപ വന്നിരിക്കുന്നത്. തീർന്നില്ല, ഇതുകൂടിയുണ്ട്. എന്താ സന്തോഷമായില്ലേ? തോമസ് നീ? അതെ ജോസഫ്, വർഷങ്ങൾ കൂടി നാട്ടിൽ ക്രിസ്മസ് ആഘോഷിക്കാൻ വന്ന എനിക്ക് ഈ ക്രിസ്മസ് അവിസ്മരണീയമാക്കുന്നത് നിന്റെ മകനാണ്. അവന്റെ നിഷ്കളങ്കമായ മനസ്സ്, നന്മയുള്ള പ്രവൃത്തി, എത്ര വിലപിടിപ്പുള്ള സമ്മാനം നൽകിയാലും അതിന് പകരമാവില്ല. സ്വാർത്ഥതയുടെയും കാപട്യത്തിന്റെയും ഈ ലോകത്ത് ഉണ്ണീശോ പിറക്കാൻ ആഗ്രഹിക്കുന്നത് ഈ ജോർജ് കുട്ടിയെ പോലുള്ളവരുടെ നന്മയും നിഷ്കളങ്കതയും നിറഞ്ഞ ഹൃദയത്തിലാണെന്ന് ഈ ലോകം എന്നും ഓർക്കട്ടെ. എല്ലാവർക്കും നന്മയുടെയും സ്നേഹത്തിന്റെയും ക്രിസ്മസ് ആശംസകൾ. Come, come, come.